വൈദ്യശാസ്ത്ര ലോകം കുറെ നാളുകളായി കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുന്നു. 2023 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹംഗറിക്കാരനായ കാറ്റലിൻ കാരിക്കോയും അമേരിക്കക്കാരൻ ഡു വേസിനുമാണ് വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. COVID-19 വാക്സിൻ ഗവേഷണത്തിനുള്ള സുപ്രധാന കണ്ടെത്തലിനാണ് ഇരുവർക്കും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വാക്സിനുകളിൽ സഹായകമായ mRNAയുമായി ബന്ധപ്പെട്ട പഠനമാണ് ഇവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. കോവിഡ് വാക്സിൻ ഗവേഷണത്തിൽ ഉൾപ്പെടെ ഇത് ഏറെ ഗുണകരമായ കണ്ടെത്തലായിരുന്നു. ഹെപ്പറ്റൈറ്റിസ്, മങ്കി പോക്സ് തുടങ്ങിയവയ്ക്കെതിരെയുള്ള വാക്സിൻ ഒരുക്കുന്നതിലും ഡ്രൂവിൻ്റെയും കാറ്റലിൻ്റെയും പഠനം സഹായകമായി. നൊബേൽ വൈദ്യശാസ്ത്ര വിഭാഗം സമിതിയുടെ സെക്രട്ടറി ജനറൽ തോമസ് പൾമനാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. mRNAയുമായി ബന്ധപ്പെട്ട ബേസ് മോഡിഫിക്കേഷനെ പറ്റിയായിരുന്നു ഇരുവരുടെയും പഠനം. കോവിഡ് വാക്സിൻ നിർമ്മാണ സമയത്ത് ഈ പഠനം ഏറെ സഹായകമായി. കോടിക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കുന്നതിലേക്കും ഇത് സഹായിച്ചു. mRNA എങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇരുവരെയും നൊബേൽ സമ്മാനത്തിലേക്ക് നയിച്ചതെന്നും സമിതി വ്യക്തമാക്കി. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇനി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു പ്രചോദനമാവട്ടെ ഈ നൊബേൽ പ്രഖ്യാപനം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.